صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കപ്പിൾസ് മീറ്റിൻ്റെ കാര്യം ഗൗരവമായി തന്നെ ഓരോ ശ്രോതാവും മനസ്സിലാക്കണം. 10,000-കണക്കായ ആളുകൾ നമ്മുടെ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോടിത് പറയുന്നത്. നിങ്ങളിൽ പലർക്കും ഇത് അറിയൽ അത്യാവശ്യമാണ്. നിങ്ങൾ പലർക്കും എന്നല്ല, എല്ലാവർക്കും, ഞാനടക്കം എല്ലാവർക്കും ഞാനിതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഈ വിഷയം പഠിച്ചതാണ്. അതിൽ ഗൗരവം, അത്രയും ഗൗരവമുള്ള വിഷയങ്ങളുമാണ്. നിർബന്ധമായും നമുക്കൊരു പുതുജീവിതം ആരംഭിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പുതുജീവിതം, ഒരു പുതിയ നിലക്ക് ഒരു കുടുംബം, ഭാര്യ, ഭർത്താവ്, ഇതൊക്കെ തന്നെ ഇപ്പം നമ്മുടെ പഴയ തന്നെ, നമ്മുടെ ഭാര്യ നമ്മുടെ പഴയ ഭാര്യ തന്നെ, പുതിയ ഭർത്താവ് തന്നെ പഴയ ഭർത്താവ് തന്നെ. പക്ഷേ നമുക്ക് ചില വിവരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് പുതുജീവിതം ജീവിക്കാൻ കഴിയും. അത് നമ്മുടെ കുടുംബത്തിനെ മനോഹരമാക്കും, വീടിനെ സന്തോഷത്തിൻ്റെ ഒരു മലർവാടിയാക്കും. ഇതിൽ ജാതി മത വ്യത്യാസവും ഇല്ല. ചില ഹൈന്ദവ സഹോദരങ്ങളും മറ്റും ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കട്ടെ എന്ന് ചോദിച്ചു എന്ന് നമ്മുടെ പ്രവർത്തകർ എന്നോട് പറഞ്ഞു. ആയിക്കോട്ടെ, ഇതിൽ ജാതി മതമില്ല, കുടുംബ പ്രശ്നമില്ല. ഇത് കുടുംബ പ്രശ്നമേ പറയുള്ളൂ. ഒരു ഇസ്ലാമിൻ്റെ ആരാധനാകാര്യോ രാഷ്ട്രീയക്കാര്യോ ഒന്നും ഇതിൽ പറയില്ല. ഇതിൽ കുടുംബം, നമ്മുടെ കുടുംബം എല്ലാവർക്കും ഉള്ളതാണല്ലോ. എല്ലാ വീടുകളിലും സന്തോഷം ഉണ്ടാകണം. നമ്മുടെ രാജ്യത്തിന് സന്തോഷം ഉണ്ടാവണമെങ്കിൽ എല്ലാ കുടുംബങ്ങളിലും സന്തോഷം ഉണ്ടാവണം. അതിൽ ജാതി മതമൊന്നുമില്ല. ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ, അവർക്കൊക്കെ പങ്കെടുക്കാം. ഏറ്റവും ഒരു നിബന്ധനയുള്ളത് അവർ മതവിശ്വാസികളായിരിക്കണം എന്നതാണ്. ഈശ്വരവിശ്വാസികളായിരിക്കണം എന്നതേ ഉള്ളൂ. മറ്റൊരു നിബന്ധനയും ഇല്ല. എന്തുകൊണ്ടെന്നാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഹൈന്ദവതയുടെ അടിസ്ഥാനത്തിലും ക്രൈസ്തവതയുടെ അടിസ്ഥാനത്തിലും ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിലും ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് വിചാരിക്കുന്ന ഒരു ശ്രോതാവ് ഉണ്ടാകരുത്, അത്രയേ ഉള്ളൂ. കാരണം ഇതിനൊക്കെ മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദിമകാലങ്ങളെ നിലനിൽക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആധാരമായ സംഗതിയാണ് മതം. അപ്പോൾ ഒരു ഈശ്വരവിശ്വാസി ആയിരിക്കണമെന്ന ഒരു നിബന്ധന മാത്രമേ ഇതിനുള്ളൂ. വേറെ ഒരു നിബന്ധനയില്ല. ഈശ്വരവിശ്വാസി ആയിരിക്കണം, ദൈവവിശ്വാസി ആയിരിക്കണം. ഇത്ര മാത്രമേ ഇതിൽ ഏത് മതം, ജാതി ഒന്നും പ്രശ്നമില്ല. നമ്മളെ കുടുംബത്തെ ഒന്ന് മാറ്റിപ്പണിയുക, നമുക്കൊന്നും കൂടെ നന്നാവുക, നമുക്ക് സന്തോഷം, നമ്മളെ ഭാര്യ നമ്മുടെ സന്തോഷമാവുക, നമ്മുടെ ഭർത്താവ് നമ്മുടെ സന്തോഷമാവുക, നമ്മുടെ മക്കൾ നമ്മുടെ സന്തോഷമാവുക. ഭാര്യയും ഭർത്താവും സന്തോഷത്തിലായാൽ മക്കൾ സ്വാഭാവികമായി സന്തോഷം, അവർക്ക് മാനസികാരോഗ്യം വർദ്ധിക്കും, അവരുടെ എല്ലാം വർദ്ധിക്കും, അവരുടെ എല്ലാ പവറുകളും, അവരുടെ ശക്തി, അവരെ കാര്യങ്ങൾ പഠിക്കാനുള്ള ചടുലത, അവരുടെ ഇമ്മ്യൂണിറ്റി പവർ, ഇങ്ങനെ എല്ലാം വർദ്ധിക്കും. ഉമ്മയും ബാപ്പയും അച്ഛനും അമ്മയും സന്തോഷത്തിലായാൽ എല്ലാം ഭംഗിയാവും. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിലെല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യണം. സമയം കഴിഞ്ഞിട്ട് വാതിലടച്ചിട്ട് പറയരുത്. വാതിലടക്കും. കാരണം എന്തുകൊണ്ട്, നമുക്ക് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കമ്മിറ്റിക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിന് അപ്പുറത്തേക്ക് പോയാൽ പിന്നെ അവിടെ നമുക്ക് ആൾ കൊള്ളൂലല്ലോ. വിശാലമായ സൗകര്യമാണ്. 4,000 ആളുകൾക്ക് ഉൾക്കൊള്ളുന്ന പ്രവിശാലമായ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതേസമയം നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കണം. ഏത് നാട്ടിൽ നിന്ന് വന്നാലും അതൊരു ഫലമായിരിക്കും. അങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പറയുക. ഒരു മതപരമായ കാര്യം ഒന്നുമല്ല. നമ്മുടെ കുടുംബത്തെ നന്നാക്കിയെടുക്കാനുള്ള അടിസ്ഥാനങ്ങളാണ് പറയുക. കുടുംബം നന്നായി തീർന്നാൽ ആ സമൂഹം നന്നായിത്തീരും. അപ്പോൾ ആരോഗ്യകരമായൊരു സമൂഹമായി തീരും. ആ സമൂഹത്തിൽ വർഗീയത ഉണ്ടാവില്ല. എല്ലാവർക്കും സന്തോഷം ഉണ്ടായാൽ എന്ത് വർഗീയത ഉണ്ടാവുക? മനുഷ്യർ തമ്മിൽ കുടുംബത്തിൽ ഇല്ലാത്ത ഒരാളെ വർഗീയത പ്രചരിപ്പിക്കൂ. വീട്ടിൽ സന്തോഷമുള്ള ഒരാൾ എന്ത് വർഗീയത പ്രചരിപ്പിക്കാനാണ്? കാരണം അവർക്ക് അവരുടേതായ സമയം തന്നെ മതിയാവില്ല. നമുക്ക് സമയം അനാവശ്യമായി തീരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഭാര്യയിൽ സന്തോഷമില്ല. ഭാര്യയിൽ സന്തോഷമുള്ള ഒരാൾക്ക് സമയം എവിടെയുള്ളത്? 24 മണിക്കൂർ പടച്ചവന് 10 മണിക്കൂർ കൂട്ടിത്തരണം എന്ന് അവൻ ആഗ്രഹിക്കുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനും സന്തോഷമല്ല, ഭർത്താവിന് ഭാര്യയ്ക്കും ഇതിലും സന്തോഷമില്ല. അപ്പോൾ പിന്നെ അനാവശ്യമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതി വിടാനും പ്രചരിപ്പിക്കാനും നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട് തമ്മിൽ ശത്രുക്കളുടെ ഒരു സമൂഹമായി മാറുകയാണ്.
അപ്പോൾ കുടുംബത്തെ നന്നാക്കിയെടുക്കുന്നത് എന്തിനാണെന്നാൽ, എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ വർഗീയത ഇല്ലാതാവണം, ശത്രുത ഇല്ലാതാവണം. കുടുംബം ആരോഗ്യവത്തായി നിലനിൽക്കുമ്പോൾ ഒരു ശത്രുതയും പിന്നെ വളരൂല. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഡിസംബർ 27-ാം തീയതിയാണ് ഈ പരിപാടി, പകലാണ് ഈ പരിപാടി. രാവിലെ 8 മണിക്കെങ്കിലും എത്തിച്ചേരാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ചെറിയ ഒരു ചായയൊക്കെ തന്ന്, പിന്നെ നിങ്ങളുടെ പേര് വീണ്ടും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്കുള്ള ഇരിപ്പിടങ്ങൾ ക്ലിയർ ചെയ്ത് എല്ലാം ക്ലിയറാക്കി, നിങ്ങൾ ടോയ്ലറ്റോ മറ്റോ ഉണ്ടെങ്കിൽ അതിനൊക്കെ സമയം 9 മണി ഷാർപ്പിന് പ്രഭാഷണം ആരംഭിക്കും. അത് 5 മണി വരെ ഉണ്ടാവും. അപ്പം നേരത്തെ തന്നെ എത്തിച്ചേരണം. വിശാലമായ സൗകര്യങ്ങളുണ്ട്. എല്ലാവരും അതിന് അമാന്തിക്കരുതെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.